ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ക്യാബേജ് പപ്പട തോരനാണ്. നമുക്ക് സദ്യക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു തോരൻ റെസിപ്പിയാണിത്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പപ്പടവും ക്യാബേജൊക്കെ എടുത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും 1 സ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, 1 പച്ചമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. നല്ല അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ക്യാബേജ് എല്ലാം വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കണം. അതിനോടൊപ്പം നമുക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പാണ്. അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാൽ നമുക്ക് 1 സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്നൊന്ന് ബ്രൗൺ നിറം ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാബേജാണ്. അതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വേവിക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വെറും എണ്ണയിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വേവിക്കാം. ഞാനിപ്പോൾ 4 പപ്പടമാണ് വറുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ പപ്പടം കൈ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പപ്പടം തോരനിൽ ചേർക്കാൻ നേരം മാത്രമേ പൊരിച്ചെടുക്കാവൂ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ഇനിയൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തോരനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ക്യാബേജും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പപ്പടമാണ്. പപ്പടം ഇട്ടൊന്ന് ചുറ്റിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സാവധാനം വേണം ഇളക്കി കൊടുക്കാൻ. പപ്പടം ഇട്ട ശേഷം നമുക്ക് പിന്നെ ഇത് അടച്ച് വയ്ക്കാൻ പാടില്ല. ഉടൻ തന്നെ ചൂടോടെ വിളമ്പാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്യാബേജ് പപ്പട തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.